ഇതിന്റെ ഒന്നാമത്തെ വിഷയം നേരത്തെ അമിത് മാഷ് പറഞ്ഞതുപോലെ ഒരു നിസ്സംഗതന്റെ പ്രശ്നം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേരളത്തിന് പുറത്ത് ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. അപ്പൊ നമുക്ക് 2016 രോഹിത് വെമുല ഹൈദരാബാദില് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ സമാനമായ വിഷയം ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ കേരളം കത്തിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അത്. അതായത് ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കരമായ ചർച്ചയും ലേഖനം എഴുത്തും തത്വാധിഷ്ഠിത കാര്യങ്ങൾ പറയലും അതിനൊക്കെ എല്ലാവരും രംഗത്ത് വരും. പക്ഷെ അത് നമ്മുടെ കരയിൽ ഉണ്ടാവുമ്പോൾ ആ അപ്പോ ഒരു വല്ലാത്ത നിസ്സംഗതയും മൗനവും ഒരു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സാഹചര്യവും പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ, ഇനിയിപ്പോ ഇതിപ്പോ ഒരു കോളേജിലാണ് ഉണ്ടായത്, അതിന് സ്വന്തം വീട്ടിലുണ്ടായാലും എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുണ്ടായിരിക്കും എന്തായിരിക്കും അവസ്ഥ? ആരമുണ്ട്? പൂച്ചക്കാര് മണി കെട്ടും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് നിർഭയമായി ഒരു സ്ഥലത്ത് കാര്യങ്ങൾ പറയാൻ സാധ്യമാകാത്ത ഒരു സാഹചര്യം സംജാതമാകുന്നു എന്നതാണ് നമ്മുടെ നാശത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ഇന്ന് കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണല്ലോ. ഒരു കുടുംബത്തില് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ അവിടുത്തെ രക്ഷിതാവ് അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ ഇവരനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അവർക്ക് കൃത്യമായിട്ട് ആ കുടുംബത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ഇന്ന് കഴിയുന്നില്ല, കേരളത്തിൽ കഴിയുന്നില്ല. അത് പറയാൻ പിന്നെ ഓൺലൈനിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വിളിച്ച് പറയേണ്ടുന്ന ഒരു ഗതികേട് വരികയാണ്. പിന്നെ വലിയ അപകടങ്ങൾ ആ കുട്ടികൾ ചെയ്യുമ്പോഴാണ് എന്ത് രക്ഷിതാക്കള് വായ പൊളിക്കുന്നത്. ഈ കുട്ടിക്ക് എന്തായിരുന്നു പ്രശ്നം, ഇതുവരെ അതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, ഇത്ര മാനസിക സംഘർഷം അവനുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താ, സംഭാഷണങ്ങൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിർഭയമായി ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഒരു പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ പലപ്പോഴും വീടകങ്ങളിൽ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീടുകളുടെ അവസാനം പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ സ്ഥാപനങ്ങളിൽ മീറ്റിങ്ങുകൾ നടക്കും. ഇപ്പൊ കമ്പനികളാകട്ടെ, സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, അവിടെയൊക്കെ അവിടുത്തെ ജോലിക്കാർക്ക് കൂടാനും യോഗം കൂടാനും സ്റ്റാഫും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ മീറ്റിങ്ങിൽ എന്താ നടക്കുക? മീറ്റിങ്ങിൽ ഒരു കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ എത്ര ആൾക്ക് ധൈര്യം ഉണ്ടാവും? അത് ഞാൻ പറഞ്ഞാൽ എന്താവും, എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്നാൽ ഇതേ ആളുകൾ തന്നെ ആ മീറ്റിംഗ് തീർന്നാൽ, പിന്നെ മീറ്റിംഗ് 1 മണിക്കൂറാണെങ്കിൽ ആ മീറ്റിംഗ് കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എവിടുന്ന് പോവുള്ളൂ. ആ എന്ത് ചെയ്യും? അവിടെ പറയേണ്ടതൊക്കെ പേഴ്സണലി ഓരോരുത്തരും പറയും. എന്നിട്ടോ ഒരു രംഗത്ത് പറയാൻ ആരും ഉണ്ടാവില്ല. പേടിയാണ്. ഇതേ അവസ്ഥ തന്നെയല്ലേ നമ്മൾ സംഘടനകളിൽ കാണുന്നത്, രാഷ്ട്രീയ പാർട്ടികളിൽ കാണുന്നത്, അല്ലേ? അതായത് ഞാൻ എങ്ങനെ പറയും, എന്ത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നതാണ് ഈ പ്രശ്നമാണ് കോളേജുകളിലുള്ളത്. അവിടെ നമ്മളിപ്പോ കാണുന്നത് എന്താ? കുട്ടികൾ ഈ ഒരു ജാതി വിവേചനം, അതേപോലെ തന്നെ ഈ ബോഡി ഷെയ്മിങ് അധ്യാപകരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ ഇപ്പൊ പറയുന്നത്. അത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി, എത്ര കാലമായി? ഇയാൾക്ക് തന്നെ ഒരുപാട് കേസ് വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് അവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? അവിടെ കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എഴുതിയിടാനുള്ള, രഹസ്യമായി പറയാനുള്ള സംവിധാനങ്ങളുണ്ട്, കൗൺസിൽ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ PTA സംവിധാനങ്ങളുണ്ട്. എത്ര രക്ഷാകർത്ത മീറ്റിങ്ങുകൾ അവിടെ നടന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് അവിടെയൊന്നും ആരും ഇത് ഉന്നയിക്കുന്നില്ല? അതാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം. അത് പറഞ്ഞാൽ എന്താവും? ഞാൻ ഏതായാലും 2 വർഷം 4 വർഷം ഞാൻ അവിടെ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ കുട്ടി പഠിക്കുന്നുള്ളൂ. അപ്പൊ ഈ പ്രശ്നത്തിലൊക്കെ ഇടപെട്ട് ഞാൻ അധ്യാപകന് ഇതിന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാനൊരു പ്രശ്നക്കാരനാകണ്ട. ഇങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. ഇനി ഇത് നേരെ തിരിച്ചുണ്ട്. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും നിയമങ്ങളും കുട്ടികൾക്ക് അനുകൂലമായിട്ട് ഇപ്പൊ ഉണ്ടല്ലോ, ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ സ്ഥാപനങ്ങളിലുണ്ട്. അത് കുട്ടികളും ദുരുപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ പലപ്പോഴും അധ്യാപകർക്ക് നേരെയുണ്ട്. അപ്പൊ അധ്യാപകർ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ അധ്യാപകനെ ചേർത്ത് പിടിക്കേണ്ട മറ്റു അധ്യാപകരെ ചേർത്ത് പിടിക്കാത്ത സാഹചര്യമുണ്ട്. PTA കൈമലർത്തുന്ന അവസ്ഥ ഉണ്ട്. ഏതെങ്കിലും 1-2 ആള് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ പേടിച്ച് വേറുള്ളവരൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ അടപടലമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വലിയ വിദ്യാഭ്യാസവും വലിയ ജനാധിപത്യവും സംവിധാനവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നത്തെ കൃത്യമായി നോട്ട് ചെയ്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയാനുള്ള ആർജവം ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഇതൊക്കെ പറയേണ്ട സ്ഥലങ്ങളിൽ, അതിപ്പോ ഈ കുട്ടി മരണപ്പെട്ട ശേഷം അവനെ കാണാൻ പോലും മറ്റു കുട്ടികൾ വന്നില്ല എന്ന് പറയുമ്പോൾ ആരൊക്കെ പോകുന്നുണ്ട് എന്ന് മാനേജ്മെന്റും അധ്യാപകരും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത
അത് പിന്നെ മന്ത്രി അടക്കം അത് പറഞ്ഞു. ഇനി അതിന്റെ വസ്തുതകൾ എത്രത്തോളം എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മളെ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല, അതിന്റെ ഒരു ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയുന്നത് പോലെ പല സംഗതികളും ഇതിന്റെ പിന്നിൽ വേറെയും ഉണ്ടാകാം. അതെല്ലാം നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഇതിന്റെ കിട്ടിയ വിവരം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും കിട്ടിയ വിവരം വെച്ച് ഈ അധ്യാപകർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് യഥാസമയം പറയാനുള്ള ചങ്കൂറ്റവും നിർഭയമായ ഒരു സാഹചര്യവും വീടകങ്ങളിൽ വേണം, സ്ഥാപനങ്ങളിൽ വേണം, സംവിധാനങ്ങളിൽ വേണം, രാഷ്ട്രീയ പാർട്ടികളിൽ വേണം, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഇലക്ഷൻ സംവിധാനങ്ങളിൽ വേണം, എല്ലായിടത്തും വേണം. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടം തുടങ്ങേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു സമാധാനം ഉള്ളത് എന്താ വെച്ചാൽ, ഞാൻ മീഡിയകളെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു വിഷയം വന്നപ്പോ ഇതിന്റെ പേരിൽ ആ അധ്യാപകന്റെ ഒരു പേര് നോക്കി, ആ പേരിന്റെ പിന്നിലുള്ള മതം നോക്കി അതിലേക്ക് അത് ചേർത്തി കെട്ടിയില്ല എന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു നായയെ വലിച്ചു കൊണ്ടുപോയ ഒരാളെ വിഷയം, ആ നായയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അവിടെ ചർച്ചയ്ക്ക് വന്നത്, അയാളുടെ മതമാണ് ചർച്ച ചെയ്തത്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്റ്റീവ് ആയിട്ട് ആളുകളുടെ മതം ചർച്ച ചെയ്യുന്ന സ്വഭാവം നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ സന്തോഷമാണ്. അത് എല്ലാവരോടും ഈ ഒരു സമീപനം സ്വീകരിക്കണം മീഡിയകൾ എന്നുകൂടി അഭ്യർത്ഥിക്കാം.